കേരളം മൊത്തം ഇരുട്ടിലാവും പോണെയാണ്. എങ്ങനെയാണല്ലേ BJP അധികാരത്തിൽ വന്നാൽ കേരളം മൊത്തം ഇരുട്ടിലാവും, നമ്മുടെ കണ്ണുകളെല്ലാവരും മൂടി അടക്കും സത്യമായിട്ടും. അതായത് നോർത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ റീൽസ് മുഖേനയും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ഡെവലപ്മെന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്? നോർത്തിൽ ഒരു ജസ്റ്റ് ആ റോഡ് പറയുന്നുണ്ട്, ആ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടുത്തെ അവസ്ഥ. ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. 2002 മോദിജി മറ്റേ ഗുജറാത്ത് കലാപത്തിൽ വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് അത് പിന്നീട് ഒരു പ്രൈം മിനിസ്റ്ററായി വന്നത്? ഒരു ശക്തമായ PR അവർക്ക്. അതായത് നമ്മളൊരു നോർത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മ കാണുന്നത് മോദിജിയുടെ പടമായിരിക്കും. വീട്ടിൽ ഓരോ വീടാന്തരം അദ്ദേഹത്തിന്റെ പടം ഉണ്ടാവും. അങ്ങനെയാണ് പുള്ളിക്കാരൻ എല്ലാവരെയും കൺകണ്ട ദൈവമായി മാറിയത്. പൈസ ഇറക്കി, ഒരുപാട് പൈസ ഇറക്കി അദ്ദേഹം ഒരു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി മാറി. ഇനി കേരളത്തിലും ഈ ഗതി വരാണ്ടിരിക്കാൻ യാതൊരു ചാൻസ് കുറവില്ല. കാരണം വെച്ചാൽ ഇവര് പൈസ ഇറക്കും, നമ്മളിൽ സാധാരണക്കാരെ ഇവര് നോട്ട് ചെയ്യും. അതായത് ലിറ്ററസി കുറവുള്ളവരെ നോട്ട് ചെയ്ത് അവരെ കൺട്രോളിലാക്കി എടുത്തതിന് ശേഷം ഇവരെ പണി കൊടുക്കും. പക്ഷെ ഇവര് അധികാരത്തിൽ വന്നാൽ ഇവരെ തനി രൂപം നമ്മൾ അറിയും. അതായത് വേറെ ഒന്നുമല്ല, ശക്തമായ രീതിക്ക് മതം പറയുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ BJP എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ മൊത്തത്തിലിട്ട് ഇവിടെ കുളം തോണ്ടും. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന മുഹമ്മദ് ആയാലും അതുപോലെ ജോസഫ് ആയാലും രാമനായാലും 3 പേർക്ക് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇവര് വന്നാൽ ആ സ്പേസ് ഉണ്ടാവില്ല, പകരം ഇതെല്ലാം അടച്ച് നശിപ്പിച്ച് കളയും. ഈ ചെറുപ്പക്കാരൻ്റെ ആവലാതി കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. അദ്ദേഹം വളരെ വ്യസനപൂർവ്വം പറയുകയാണ്, നിങ്ങൾ ഇനി BJPയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത്. കേരളത്തിൻ്റെ അവസ്ഥ അതിദയനീയമായി വരാൻ പോകുന്നു. BJP അധികാരത്തിൽ വന്നാൽ ഇവിടെ യാതൊരു തരത്തിലും ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിക്കുകയാണ്. മോദി നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗുജറാത്തിലെല്ലാം തന്നെ മോദി എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്, അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചു അങ്ങനെ അദ്ദേഹം പോപ്പുലറായി എന്നൊക്കെയുള്ള എന്തൊരു വിഡ്ഢിത്തങ്ങളാണ്, എന്തൊരു അസത്യമാണ് ഈ വ്യക്തി വിളിച്ചു പറയുന്നത്. ഞാൻ 8 വർഷത്തോളം ഗുജറാത്തിൽ താമസിച്ച ഒരു വ്യക്തിയാണ്. ഗുജറാത്തിൽ താമസിക്കുന്നതിന് മുമ്പ് ഞാൻ രാജസ്ഥാനിലായിരുന്നു. അവിടെ അദാനി പവറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അദാനി പവറിന് രാജസ്ഥാനിലെ തെർമൽ പവർ പ്ലാന്റ്, കവായി തെർമൽ പവർ പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് കേന്ദ്രം ഭരിക്കുന്നതും കോൺഗ്രസ് ആയിരുന്നു, രാജസ്ഥാൻ ഭരിക്കുന്നതും കോൺഗ്രസ് ആയിരുന്നു. അവിടെയുള്ള റോഡുകളുടെ അവസ്ഥ അതിദയനീയമായിരുന്നു. ഏകദേശം 28 കിലോമീറ്റർ ആയിരുന്നു ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓഫീസിലേക്കുള്ളത്. മഴ വന്നു കഴിഞ്ഞാൽ ഈ 28 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 2.5-3 മണിക്കൂർ എടുക്കും. അത്രയ്ക്ക് റോഡുകൾ കുണ്ടും കുഴിയും ചളിയും എല്ലാമായിരുന്നു. അത് ഒരു വർഷമാകുമ്പോൾ മഴയെല്ലാം തീരുമ്പോൾ അവരത് വീണ്ടും മെയിൻ്റനൻസ് ചെയ്യും, അത് പിറ്റത്തെ മഴയിൽ നശിക്കും. അങ്ങനെ എല്ലാ വഴികളും വൃത്തികേടുകളായിട്ടുള്ള വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനമായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഈ രാജസ്ഥാൻ. ആ രാജസ്ഥാനിൽ നിന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം അദാനിയുടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേണ്ടി ഞങ്ങൾക്ക് അഹമ്മദാബാദിലേക്ക് വരാൻ എനിക്കൊരു അവസരം ലഭിച്ചു. ഞങ്ങൾ ട്രെയിനിൽ വന്ന് അതിനുശേഷം ട്രെയിനിൽ സൂററ്റിലെങ്ങാണ്ട് ഇറങ്ങിയിട്ട് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ഈ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിപ്പോയി. കാരണം ഞാൻ ഏത് സംസ്ഥാനത്താണോ ജോലി ചെയ്യുന്നത്, അതായത് ഈ രാജസ്ഥാനിലെ, അവിടെയുള്ള റോഡുകളുടെ അവസ്ഥയും ഈ ഗുജറാത്തിൽ വന്ന റോഡുകളുടെ അവസ്ഥയും തമ്മിൽ നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത അത്ര വലിയ വ്യത്യാസം. ഞാൻ അതിശയപ്പെട്ടു. പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം രാഷ്ട്രീയക്കാർ എല്ലാവരും തന്നെ കള്ളന്മാരാണ് എന്നുള്ള സൈക്കോളജിയിൽ, എന്നുള്ള ഒരു വിലയിരുത്തലിൽ വിശ്വസിച്ചിരുന്ന, അത് മനസ്സിലാക്കിയിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ വോട്ട് ചെയ്യുകയോ ഒരു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുകയോ രാഷ്ട്രീയത്തേക്ക് ഒട്ടും ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ 2013 ഞാൻ അവിടെ വന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു അതിശയം തോന്നി. കാരണം ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിലും ഒരു സംസ്ഥാനത്തും കാണാത്ത രീതിയിലുള്ള
ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതും ആ വണ്ടി പോകുന്നത് ഞങ്ങൾ ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു ഉള്ളേരിയയിലേക്കാണ്. അതായത് സിറ്റി വിട്ടിട്ട് സിറ്റിയുടെ ഉള്ളിലേക്ക് മെയിൻ വഴികളെല്ലാം കടന്ന് ഉള്ളിലേക്കുള്ള ആ എത്തിപ്പെടുന്ന റോഡുകളും അതിൻ്റെ സമീപത്തുള്ള എല്ലാ റോഡുകളും വളരെ മനോഹരമായിട്ട് ടാർ ചെയ്തിരിക്കുന്നു. എനിക്ക് അതിശയം തോന്നിപ്പോയി. എനിക്കറിയില്ലായിരുന്നു ഇത് ഗുജറാത്തിൽ മോദിയാണെന്നോ. ഞാനത് കഴിഞ്ഞിട്ട് അന്വേഷിക്കാൻ തുടങ്ങി, എന്താണ് ഇവിടുത്തെ, ആരാണ് എന്ത്. അപ്പോഴാണ് അറിയുന്നത് നരേന്ദ്ര മോദിയാണ് ഇവിടെ ഭരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി ഞാൻ പലരോടും അന്വേഷിച്ചു. അപ്പോൾ വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുകയാണ്. എനിക്ക് ശരിക്കും വളരെ കൗതുകവും അതുപോലെ മോദിയെ പറ്റി അറിയാനുള്ള വളരെ വലിയ ഒരു ആഗ്രഹമുണ്ടായി. അതിനുശേഷം ഭാഗ്യവശാൽ എനിക്ക് റിലയൻസിലെ, ഗുജറാത്തിലെ ജാംനഗറിലെ റിലയൻസിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. അത് കേട്ടി ഞാൻ ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ ഞാൻ ജാംനഗറിലേക്ക്, മോദിയുടെ ഗുജറാത്തിലേക്ക് വരികയാണ്. അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ പറ്റി, ഈ മോദിയെ പറ്റി പിന്നെ അന്വേഷിച്ചു പല സ്ഥലങ്ങളിലും. എനിക്ക് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായത് ഇത്ര വലിയ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെ ഇദ്ദേഹം ഉണ്ടാക്കുന്നു, ഇത്ര മനോഹരമായിട്ട് ഒരു സ്റ്റേറ്റിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ മോദിയെ പറ്റി ചോദിക്കുന്ന എല്ലാ വ്യക്തികളും അദ്ദേഹത്തെ പറ്റി നല്ലതല്ലാതെ ഒരു അക്ഷരം പോലും പറയുന്നില്ല. നമ്മളുടെ പൊളിറ്റീഷ്യൻസ്മാരെ പറ്റി ചോദിച്ചാൽ 50 പേര് ഒരാളെ നല്ലതെന്ന് പറയുമ്പോൾ 50 പേര് അയാളുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പ്രകൃതിയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ മോദിയെ പറ്റി ഏത് വ്യക്തിയോട് ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച കഥയാണ് പറയാനുള്ളത്. സാധാരണ കേരളത്തിലൊക്കെ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയാൽ പോലും ആ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ കൂടെ അതിനടുത്ത് ഉള്ളവരുമൊക്കെ നല്ല നിലയിലേക്ക് സാമ്പത്തികമായി വളരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാധാരണ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ മോദി അധികാരത്തിൽ ഏകദേശം 13 വർഷത്തോളം അപ്പോൾ ഈ ഗുജറാത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ്, മോദിയുടെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് മോദിയുടെ സഹോദരങ്ങൾ എന്ത് ജോലിയാണോ അന്ന് ചെയ്തിരുന്നത് ആ ജോലി തന്നെയാണ് അവർ ഇന്നും ചെയ്യുന്നത്. ഏതവസ്ഥയിലാണോ അവർ അന്ന് ജീവിച്ചിരുന്നത് ആ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. അതായത് മോദി എന്ന രാഷ്ട്രീയ ആചാര്യൻ അഥവാ മുഖ്യമന്ത്രി തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു പരിഗണനയും ഒരു രാഷ്ട്രീയത്തിൻ്റെ അധികാരവും അദ്ദേഹം ഉപയോഗിക്കുകയോ അവർക്ക് ധനസമ്പാദനം നൽകുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയോ ചെയ്യാറില്ല. തൻ്റെ എല്ലാ ജനങ്ങളെയും, തൻ്റെ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളുടെയും പൊതു നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് അവരെന്നോട് പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി പഠിച്ചു, ഒത്തിരി അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചു. ഇന്ത്യ കണ്ട എന്നല്ല, ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ആചാര്യനാണ് എന്ന് 2013 തന്നെ എനിക്ക് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കി. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീപ്പായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. നമ്മൾ അറിയാം, സാധാരണ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ വണ്ടിയിലിരുന്ന് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ യൂട്യൂബിലെ സിനിമകളും അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ കാണാറ്. എന്നാൽ മോദിയുടെ ഗുജറാത്തിലെ യുവാക്കൾ അവരുടെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവർ കേൾക്കുന്നത് മോദിയുടെ പ്രസംഗമാണ് ഗുജറാത്തിയിൽ. ഞാനപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്താണ് ഇദ്ദേഹം ഈ ഗുജറാത്തിൽ പറയുന്നത്. അതിനുശേഷം മോദി പ്രധാനമന്ത്രിയായി മോദിയുടെ ഒത്തിരി പ്രസംഗങ്ങൾ അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഹിന്ദി അത്യാവശ്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ കേൾക്കാറുണ്ടായിരുന്നു. പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു കാര്യം എനിക്ക് വ്യക്തമായി, Modi was one of the great leader the world ever has seen. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ച് ഇതേപോലുള്ള പൊള്ളത്തരങ്ങൾ ഒരിക്കലും പടച്ചുവിടുന്നത് ശരിയല്ല. അദ്ദേഹം ഏറ്റവും നല്ല രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തൻ്റെ ജീവൻ ഒഴിഞ്ഞു വെച്ച ഒരു രാഷ്ട്രീയക്കാരനാണ്. മോദി എന്ന ബ്രാൻഡിലാണ്
ഗുജറാത്തിൽ വോട്ട് നടത്തുക. അതായത് ഗുജറാത്തിലെ ഇലക്ഷൻ, ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ പോലെ വലിയ പ്രകടനങ്ങളും അങ്ങനെയുള്ളതൊന്നുമില്ല. ആരാണോ BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ആ BJP സ്ഥാനാർത്ഥിക്ക് അവർ സിമ്പിളായിട്ട് വോട്ട് ചെയ്യുന്നു. കാരണം അവിടെ സ്ഥാനാർത്ഥിക്കെല്ലാം മഹത്വം മോദി എന്ന ബ്രാൻഡിനാണ്. മോദിയെ അത്രയ്ക്ക് ജനങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന ജാംനഗർ എന്ന് പറയുന്ന സ്ഥലം വളരെ ബഞ്ചറായിട്ടുള്ള, ഒട്ടും വെള്ളം കിട്ടാത്ത, കിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടാത്ത ഒരു പ്രദേശമായിരുന്നു. അവിടേക്ക് നർമ്മദയിൽ നിന്നും വലിയ വലിയ ടണൽ, വലിയ വലിയ പൈപ്പ് ലൈൻ വഴി വെള്ളം കൊണ്ടുവന്ന് സംഭരണികളിൽ ശേഖരിച്ച് എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കി ആ സ്ഥലത്ത് ഇന്ന് പൊന്നു വിളയിക്കുന്ന രീതിയിലുള്ള വിലവെത്തിയ ജനങ്ങൾ നിബിഡമായി പാർക്കുന്ന വളരെ വിശാലമായ മനോഹരമായ സിറ്റിയാക്കി മാറ്റിയതും മോദിയുടെ ഈ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ വികസന മോഡലുമാണ്. അതുകൊണ്ട് മോദിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇന്ന് അടിക്കടി വർദ്ധിക്കുന്നു. മലയാളികളും അത് മനസ്സിലാക്കി എന്ന് കണ്ടപ്പോഴാണ് ഈ കപട രാഷ്ട്രീയ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ ഏജൻറ്റുമാർ ഇതേപോലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇവയിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ മോദിയുടെ വിജയത്തിനു വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും അതുപോലെ തന്നെ 2020-ക്കും അതുപോലെ തന്നെ NDAയുടെ മറ്റ് സഖ്യകക്ഷികൾക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ വിജയിപ്പിക്കുക. കേരളത്തിൽ BJPയുടെ ഭരണം വരേണ്ടത് കേരളത്തിൻ്റെ ഓരോ മലയാളികളുടെയും ഏറ്റവും വലിയ നന്മയ്ക്ക് കാരണമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നന്ദി.